ഹലോ മക്കളെ, ഇന്ന് നമ്മൾ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷ് ചാപ്റ്റർ 1 ആണ്. യൂണിറ്റ് 1 എല്ലാ പോർഷൻസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എന്താണ് യൂണിറ്റിൻ്റെ പേര്? യൂണിറ്റ് 1 ടെൻഡർ ടച്ച്, അതായത് മൃദുസ്പർശം. മൃദുസ്പർശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണ് ഒരു ചെറു തലോടൽ അല്ലേ, ഒരു സ്നേഹം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്? ഒരു ഓട്ടമത്സരമാണല്ലേ. അതിൽ ഒരു കുട്ടി വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ കാലിനൊക്കെ നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ട് അല്ലേ. അപ്പം മറ്റു കുട്ടികൾ ഓടുക തന്നെയാണ് ചെയ്യുന്നത്. അതിലൊരു കുട്ടി എന്താ ചെയ്യുന്നത്? ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ അല്ലേ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുകയാണ് അല്ലേ. അത് തന്നെയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം, ഒരു സ്നേഹമായിട്ടൊരു തലോടലെങ്കിലും, ഒരു കൈ, നമ്മൾ വീണ് കിടക്കുന്ന ആളെ ഒരു കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുക എന്നൊക്കെ പറയും പോലെ അങ്ങനെ നമ്മൾക്കൊണ്ട് എന്താണോ കഴിയുന്നത് അത് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മദർ തെരേസയുടെ കുറച്ച് വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഗിവ് യുവർ ഹാൻഡ്സ് ടു സെർവ്, ഒരാളെ സഹായിക്കാൻ കരങ്ങൾ നൽകുക. കരം എന്ന് പറഞ്ഞാൽ കൈകൾ കേട്ടോ. ആൻഡ് യുവർ ഹേർട്സ് ടു ലവ്, എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തോട് സ്നേഹിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഒരു തീം തന്നെയാണ് ഈ ഒരു വാക്കുകളിൽ കൂടെ പറയുന്നത്. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. എ സണ്ണി മോർണിംഗ്, അതായത് ഒരു വെയിലുള്ള പ്രഭാതം. സണ്ണി പറഞ്ഞാൽ വെയിലുള്ള കേട്ടോ, രാവിലെ. മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ, രാവിലെ തന്നെ വിൻഡോയുടെ ഉള്ളിലൂടെ ആരാണ് എത്തി നോക്കിയത്? സൺ, സൂര്യൻ എത്തി നോക്കിയില്ലേ. എത്തി നോക്കി എന്നുള്ളതിന് എന്താ പറയുക? പീപ്ഡ്. അതായത് സൂര്യൻ ഉദിച്ചു എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥാക്കുന്നത്. അപ്പോൾ സാഷ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ, അപ്പം അമ്മ വന്ന് വിളിക്കുകയാണ്. സാഷ, ലേറ്റ് ആവുന്നുണ്ട്, എണീക്കിന്ന് പറയുകയാണല്ലേ. അപ്പോൾ മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മയത്തോടെ കൂടെ അല്ലേ സ്നേഹത്തോടെ വന്ന് അമ്മ വിളിക്കുകയാണ്. ഷി വാസ് ഹാഫ് അസ്ലീപ്പ്, അപ്പോൾ സാഷ എന്താണ്? ഒരു പകുതി മയക്കത്തിലാണല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്? ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ, ഞാൻ കുറച്ച് സമയം കൂടെ കിടക്കട്ടെ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ എന്ത് പറയാണ്? നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്, വേണ്ട മോളെ, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുകയാണല്ലേ. മദർ കെയിം ഇൻ ആൻഡ് ജെൻലി പാറ്റഡ് ഹെർ, ജെൻലി എന്ന് പറഞ്ഞാൽ മൃദുവായിട്ട്, പാറ്റഡ് ഹെർ എന്ന് പറഞ്ഞാൽ മൃദുവായിട്ട് ഇങ്ങനെ തട്ടൂലേ, തോളത്തോ കൈക്കോ ഒക്കെ ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കുകയാണ്. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ്, അപ്പം അങ്ങനെ സാഷ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. എന്നിട്ട് റബ്ബിങ് ഹെയർ ഹൈസ്, അവളുടെ കണ്ണുകൾ തിരുമ്മ. റബ്ബിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ എണീറ്റാൽ തിരുമ്മൂലേ, അങ്ങനെ കണ്ണ് തിരുമ്മാണ്. വാട്ട്സ് ദാറ്റ് സ്മെൽ, എന്താണ് ഒരു സ്മെല്ല്? ലവ്ലി, നല്ല മണം. ഷീ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്, നമ്മൾ ഇങ്ങനെ നല്ല സ്മെല്ല് കിട്ടുമ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മണപ്പിച്ച് നോക്കൂലേ, അങ്ങനെ സ്മെല്ല് എടുക്കുകയാണ് കേട്ടോ, മണപ്പിച്ച് നോക്കുകയാണ്, നല്ലൊരു ബ്രീത്ത് ചെയ്ത്. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ, എന്നിട്ടോ ഓടി കിച്ചണിലേക്ക് അല്ലേ. റഷ്ഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നോടി, വേഗത്തിൽ പോയി കുതിച്ചോടി എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയപ്പോൾ മദർ ഫോളോവ്ഡ് ഹെർ, അമ്മയും പിന്നാലെ പോയി. താഴെന്താ ഒരു ക്വസ്റ്റ്യൻ? വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ, എന്തിനാണ് സാഷ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് ഓടിപ്പോയത്? ബിക്കോസ് സാഷ സ്മെൽ ലവ്ലി സ്മെൽ അല്ലേ, നല്ലൊരു മണം കിട്ടിയിട്ടാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ഷീ സീ ഇൻ ദ കിച്ചൺ, ഇനി അവൾ കിച്ചണിൽ എന്താ കാണാൻ പോകുന്നത്? അതാണ് അടുത്ത പേജിൽ ഉള്ളത്. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്, സാഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് അല്ലേ. ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ, ഫാദർ കിച്ചണിൽ വളരെ ബിസിയാണ്. സാഷ യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി ഹീ സെഡ്, അപ്പോൾ അച്ഛൻ പറയാണ് സാഷ നിൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരം റെഡി ആയിട്ടുണ്ടെന്ന്. അമ്മ ഷോൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ, സാഷ ആസ്ക്ഡ്, അപ്പോൾ സാഷ ചോദിക്കുകയാണ് അമ്മ ഞാനിതിൽ നിന്ന് കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? അപ്പോൾ ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി മദർ സെഡ്, അപ്പോൾ അമ്മ പറയാണ് തീർച്ചയായിട്ടും മോള് പോയിട്ട് റെഡി ആവുമെന്ന് പറയാണ് അല്ലേ. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ, ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവൾ വാഷ്റൂമിലേക്ക് പോയി. ഹമ്മിങ് എ ട്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു മൂളിപ്പാട്ട് അല്ലേ. സാഷ ആറിൻറ്റ് യു റെഡി യെറ്റ്, ഇറ്റ് വാസ് നവീൻ ഹെർ ഫ്രണ്ട്, അവളുടെ ഫ്രണ്ടായിട്ടുള്ള നവീൻ വന്നിട്ട് ചോദിക്കുകയാണ് സാഷ ആറിൻറ്റ് യു റെഡി യെറ്റ്, നീ ഇതുവരെ റെഡി ആയില്ലേ?
ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവന് ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ് അല്ലേ. ജസ്റ്റ് 5 minutes സാഷ ഹറി അപ്പ്. അങ്ങനെ ഒരു 5 minutes എന്ന് പറഞ്ഞിട്ട് സാഷ പെട്ടെന്ന് തന്നെ റെഡി ആവാണ്. വാട്ട് ഈസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? ഇനി സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്താണ്? ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ചട്ടിയുടെ സൈഡൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നല്ലേ? നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. അടുത്തത് എന്താണ്? ദ സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ബെല്ല് സ്കൂളിൽ അടിക്കുന്നതിന് തൊട്ട് മുൻപാണ് സാഷയും നവീനും സ്കൂളിലെത്തിയത്. ഇറ്റ് സ്മെൽ നൈസ്. വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. നവീൻ ചോദിക്കുകയാണ്, ഈ നല്ല സ്മെല്ലാണല്ലോ, എന്താണ് നിൻ്റെ ബാഗിൽ എന്ന്. അപ്പോൾ എന്ത് പറയും സാഷ? ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, ഒരു സർപ്രൈസ് ആണെന്ന് പറയാണ്. സാഷ ടുക്ക് ഔട്ട് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ്. എന്നിട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ ടിഫിൻ ബോക്സ് പുറത്തെടുത്ത് ഓപ്പൺ ചെയ്തു. അപ്പോൾ വാ ഉണ്ണിയപ്പം, നവീൻ എക്സ്ക്ലൈമഡ്. നവീൻ അവനൊരു കൗതുകത്തോടെ പറയാണ്. എക്സ്ക്ലൈമഡ് എന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ. ഓൾ ദ ചിൽഡ്രൻ റഷ്ഡ് ടുവാർഡ്സ് സാഷ. അപ്പം മറ്റു കുട്ടികളെല്ലാവരും സാഷയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. വെയിറ്റ്, ഡോണ്ട് റഷ്. എല്ലാവരും കൂടെ തിരക്ക് കൂട്ടല്ലേ. ദർ ഈസ് ഇനഫ് ഫോർ എവ്രി വൺ, നവീൻ സെഡ്. നവീൻ പറയാണ്, തിരക്ക് കൂട്ടേണ്ട എല്ലാവർക്കും ഉണ്ട് എന്ന്. അറ്റ് ദാറ്റ് മൊമെൻ്റ്, ആ ഒരു സമയത്ത്, സം വൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ആരോ ഒന്ന് സ്കൂളിലുള്ള ക്ലാസ്സിൻ്റെ ജനലിൻ്റെ അരികെ ഉണ്ട് അല്ലേ. ഹേ, ഹൂ ഇസ് ദാറ്റ്? ആരാണത്? സാഷ ആസ്ക്ഡ്. സാഷ ചോദിക്കുകയാണ്, ആരാണത്? സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. സാഷ ആരോന്നിനെ ജനലിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട്. ഹൂ കുഡ് ദാറ്റ് ബി? ആരാണെന്ന് അല്ലേ, അതാരാണ്? അപ്പം നമുക്ക് അടുത്ത പേജിൽ നോക്കാം. എ ഗേൾ അറ്റ് ദ വിൻഡോ. ഒരു പെൺകുട്ടി ജനല അരികിൽ നിൽക്കുകയാണ്. നവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. നവീൻ ജനലിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവേർ ഹി സെഡ്. എന്നിട്ട് നവീൻ പറയാണ്, ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. ആ കുട്ടിയാണെങ്കിൽ ഒരു ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുകയാണ്. ഹെർ മെസ്സി ഹെയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അവളുടെ ഒതുക്കമില്ലാത്ത മുടികൾ സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്, കാറ്റിലിങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവളെ കണ്ടാൽ തന്നെ ഭയങ്കര ടയേർഡാണ്, ക്ഷീണിതയാണ്. സാഷ വെൻറ്റ് ടു ദ വിൻഡോ. അങ്ങനെ സാഷ വിൻഡോയുടെ അടുത്തേക്ക് ചെന്നു. ഷീ ഒഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. അങ്ങനെ ആ ഗേളിന് ഒരു ഉണ്ണിയപ്പം വെച്ച് നീട്ടി. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. അത് എടുക്കാതെ പക്ഷേ ആ കുട്ടി ഓടിക്കളഞ്ഞു. സാഷാസ് ഐസ് ഫോളോവ്ഡ് ഹെർ. സാഷയുടെ കണ്ണുകൾ അവളെ തന്നെ ഫോളോ ചെയ്തു. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബഷസ്. അതായത് എന്താണ്, നോക്കിക്കൊണ്ടിരുന്നപ്പം തന്നെ ഒരു കുറ്റിക്കാടിൻ്റെ മറിൽ നിന്ന് ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമായി പോയി, ആ കുട്ടിയെ കാണാതായി. വേർ ഡസ് ഷീ ലിവ്? സാഷ ആസ്ക്ഡ് നവീൻ. സാഷ ചോദിക്കുകയാണ്, അവൾ എവിടെയാണ് താമസിക്കുന്നത്? ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. ഒരു വലിയ പീസ് ഉണ്ണിയപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ഐ ഡോണ്ട് നോ ഹി സെഡ്. എന്നിട്ട് നവീൻ പറയാണ്, ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല എന്ന്. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെഡ്. സാഷ പറയാണ്, അവൾ ഒരു പാവപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറിയിട്ടുണ്ടെന്ന്. ഇനി താഴെ എന്താ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. വൈ ഡിഡിൻറ്റ് ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ കുട്ടി ഉണ്ണിയപ്പം വാങ്ങിക്കാഞ്ഞത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത പേജുകളിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്? ദ ഗേൾ കംസ് അഗെയിൻ. ആ ഗേൾ വീണ്ടും വന്നു എന്നതാണ്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. മിസ് അനുപമ ദയർ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. അവരുടെ ടീച്ചർ, അനുപമ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു പാട്ട് പാടുകയാണ് കേട്ടോ. എന്താണ്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രൗൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെടാത്ത, നമുക്ക് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്ത സമയത്ത് നമ്മൾ നെറ്റി ചുളിക്കുമ്പോൾ നമ്മുടെ രണ്ട് പുരികവും തമ്മിൽ ഇങ്ങനെ അടുത്ത് വരും അല്ലേ. അങ്ങനെ നമുക്ക് ആ ഒരു ഫേസ് നമ്മുടെ ഒരു ചിരിയിൽ കൂടെ എന്താക്കാം, നമുക്ക് നന്നാക്കാം, നമുക്ക് ശരിയാക്കാം എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു സ്മൈല് മതി എന്നാണ് പറയുന്നത്. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. വീണ്ടും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി, നേരത്തെ പോയ പെൺകുട്ടിയെ ഡോറിൻ്റെ അടുത്ത് തന്നെ സാഷ കാണുകയാണ്. പുവർ ഗേൾ, ഐ തിങ്ക് ഷീ വാണ്ട് ടു കം ഇൻ. അപ്പോൾ സാഷക്ക് തോന്നുകയാണ്, ആ കുട്ടിക്ക് നമ്മുടെ പോലെ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. ലിസൺ
സെഡ് ദ ടീച്ചർ. പെട്ടെന്ന് ടീച്ചർ പറയാണ് ലിസൺ, ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഹിയറിങ് ദ ടീച്ചേഴ്സ് വോയിസ്, ആ ടീച്ചറിൻ്റെ വോയിസ് കേട്ടിട്ട് ദ ഗേൾ റാൻ അവേ, ആ കുട്ടി വീണ്ടും ഓടിപ്പോവാണ്. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? അത് നമുക്ക് അടുത്ത പേജിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് നോക്കിയാലോ. അടുത്തത് എന്താണ്? എ ലല്ലബൈ, അതായത് ഒരു താരാട്ടുപാട്ട്. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നവീൻ വേർ വാക്കിംഗ് ഹോം. ഓൺ ദ വേ ദ ഹിയർഡ് സം വൺ സിംഗിങ് എ സോങ്. സാഷയും നവീനും കൂടെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഒരു പാട്ട് കേൾക്കുകയാണ് അല്ലേ. എന്താണ് ആ പാട്ട്? ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെറ്റ് എ ഹാൻഡ്. അതായത് സ്കൂളിൽ നിന്നും അനുപമ മിസ് പഠിപ്പിച്ചു കൊടുത്ത അതേ പാട്ട് തന്നെയാണ്, കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ, വിൽ അണ്ടർസ്റ്റാൻഡ്, അവർ മനസ്സിലാക്കുകയാണെങ്കിൽ, യുവർ ലിറ്റിൽ ട്രയൽസ്, എല്ലാ വിഷമത്തിലും നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ, ആൻഡ് ലെറ്റ് എ ഹാൻഡ്, അവരൊരു കൈ തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ആസ്കഡ്. നവീൻ, നീ കേൾക്കുന്നുണ്ടോ ഒരു പാട്ട്? ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ. അപ്പോൾ നവീൻ എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ മിസ് ഇന്ന് പഠിപ്പിച്ചു തന്ന പാട്ടല്ലേ അത്? നവീൻ മറുപടി കൊടുക്കുകയാണ്. നവീൻ റിപ്ലൈഡ്, ഹൂ ഈസ് സിംഗിങ്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ പിന്നെ സാഷ പറയാണ് നമുക്ക് പിന്നെ അത് ആരാ പാടുന്നതെന്ന് ഒന്ന് നോക്കാം, കണ്ടുപിടിക്കുക എന്ന് പറയാണ്. ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? ആരായിരിക്കും ആ പാട്ട് പാടുന്നതെന്നാണ് മക്കൾ വിചാരിക്കുന്നത്? മക്കൾ ഊഹം വെച്ചോളൂ. നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. എ പ്ലസൻറ്റ് സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. അങ്ങനെ ഒരു മരത്തിൻ്റെ അടുത്ത്, നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്, സാഷയും നവീനും ആ പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് അല്ലേ. ഷീ വാസ് ക്രാഡ്ലിങ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യാണ്? ക്രാഡ്ലിങ് എന്ന് പറഞ്ഞാൽ തൊട്ടിലാട്ടുകയാണ് അല്ലേ. ചെറിയ അനിയന് വേണ്ടിയിട്ട് തൊട്ടിലാട്ടിയും കൊണ്ട് താരാട്ട് പാടി ഉറക്കുകയാണ്. ഹൗ ക്വിക്ലി ഹാസ് ദ ലേൺഡ് ദ സോങ്? നവീൻ വിസ്പേർഡ് ടു സാഷ. നവീൻ സാഷയോട് വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കും എല്ലാം പറയാണ്, ഇതെങ്ങനെ ഈ കുട്ടി ഇത്ര പെട്ടെന്ന് ഈ പാട്ട് പഠിച്ചെടുത്തതെന്നല്ലേ. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ആ പെൺകുട്ടി ഇവരെ നോക്കി എന്നിട്ട് ചിരിച്ചു. ഷീ ട്രൈഡ് ടു കോംബ് ഹെയർ ഡ്രൈ ഹെയർ വിത്ത് ഹെയർ ഫിംഗേഴ്സ്. അവളുടെ ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ഹെയർ അവൾ ട്രൈ ചെയ്യാണ്. എന്ത്? അവളുടെ വിരലുകൾ കൊണ്ട് തന്നെ ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്. യു സിങ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രിഷിയേറ്റ് ഹെർ. നവീൻ അവളെ അപ്രിഷിയേറ്റ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ് അല്ലേ, നീ നല്ലപോലെ പാടിയെന്ന്. സാഷ വാണ്ടഡ് ടു ഗിവ് ദ ഗേൾ എ ഗിഫ്റ്റ്. അപ്പോൾ സാഷ തീരുമാനിക്കുന്നത് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? സാഷയുടെ ഗിഫ്റ്റ് എന്തായിരിക്കും? അതാണ് അടുത്ത പേജിൽ. മക്കൾ വരൂ. ദ ഗിഫ്റ്റ്. സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ അവളുടെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു പിക്ചർ സ്റ്റോറി ബുക്കാണ്, ഒരു കഥപുസ്തകമാണ് അല്ലേ, ചിത്രമുള്ള ഒരു കഥപുസ്തകമാണ്. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. അവൾ ഇത് നിനക്കാണെന്ന് പറഞ്ഞ്, ഇത് നിനക്കുള്ള എൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സാഷ ഹാൻഡ് ഇറ്റ് ഓവർ ടു ഹെർ. അങ്ങനെ അവളുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ദ ഗേൾസ് വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവളുടെ കൈകൾ അവളുടെ പാവാടയിൽ തുടക്കുകയാണ് അല്ലേ. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. ഒരു ചിരിയോടുകൂടി ആ ബുക്ക് വാങ്ങി. കവിത, ഹൂ ഈസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. അവളുടെ അമ്മ ചോദിക്കുകയാണ്, കവിത ഹൂ ഈസ് ദർ? അപ്പോൾ അവളുടെ പേരെന്താണ്? കവിത അല്ലേ. അതാരാണ് അവിടെയും ചോദിക്കുകയാണ്. ലെറ്റ്സ് ഗോ. നവീൻ ഹറീഡ് ഹിയറിങ് ദ വോയിസ്. അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് നവീൻ പറയാണ്, ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, നമുക്ക് കവിതയുടെ കാര്യം അനു ടീച്ചറോട് പറയാമെന്ന്. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹെർ. സാഷ സജസ്റ്റഡ്. സാഷ പറയാണ് ഹെൽപ്പ്, അനു ടീച്ചർ ഇവളെ ഹെൽപ്പ് ചെയ്യുന്നു. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അനു ടീച്ചർ കവിതനെ ഹെൽപ്പ് ചെയ്യോ? എങ്ങനെ? അത് നമുക്ക് അടുത്ത പേജിൽ നോക്കാം. സ്മൈൽ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്കൊരു പുതിയ ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. ലെറ്റ്സ് വെൽക്കം ഹർ. അവൾ ഇവിടെ നിന്നല്ല, ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. നമുക്ക് അവളെ വെൽക്കം ചെയ്യാമെന്ന് ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. സ്കൂളത്തെ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ കവിത സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അങ്ങനെ അവൾ സ്കൂൾ യൂണിഫോമിൽ മുന്നോട്ട് വന്നു. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവറി വൺ. ഊഷ്മളമായ സ്നേഹത്തോടെയുള്ള ഒരു ചിരി, എല്ലാവരോടും അവൾ ചിരിക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പേരൻസ് ടു ദ സ്റ്റേജ്. അങ്ങനെ സ്റ്റേജിലേക്ക് കവിതയുടെ പേരൻസിനെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും കൈയടിച്ചു. ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നവീൻ. ദ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. അപ്പോൾ കവിതേനെ ഹെൽപ്പ് ചെയ്ത സാഷയെയും നവീനെയും കൂടെ ഹെഡ് മാസ്റ്റർ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. സാഷ ആൻഡ് നവീൻ പ്ലീസ് കം ടു ദ ഡൈസ്. സാഷയും നവീനും ഡേയ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് തന്നെ കേട്ടോ, വേദി. അപ്പോൾ സാഷയോടും നവീനോടും സ്റ്റേജിലേക്ക് വരാൻ പറയാണ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഹെഡ് മാസ്റ്റർ എൻകറേജ് ചെയ്യാണ്. എന്നിട്ടോ എല്ലാവരും കൂടെ കൈയടിക്കുകയാണ് അല്ലേ. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡേയ്സ്. എന്തുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർ സാഷയും നവീനേക്കും സ്റ്റേജിലേക്ക് വിളിച്ചത്? എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. എൻകറേജ് ചെയ്താൽ മറ്റു കുട്ടികൾക്കും കൂടെ അതൊരു പ്രചോദനമാവുമല്ലോ. ഇനി അടുത്തത് എന്താണ്? ടിയേഴ്സ് ഓഫ് ജോയ്, അതായത് സന്തോഷ കണ്ണീർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവാർഡ്സ് ദ സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിലേക്ക് പോയപ്പോൾ ഉള്ള സമയത്തുള്ളത് തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ സാഷയും നവീനും സ്റ്റേജിലേക്ക് പോയി. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. അവർ രണ്ടുപേർക്കും ഹെഡ് മാസ്റ്റർ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. അപ്പോൾ വീണ്ടും എന്തായി? എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്തു. അപ്ലോഡർ എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് ചെയ്തു. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത എന്ത് ചെയ്യാണ്? സാഷയും നവീനെയും നോക്കുകയാണ്. ഹെർ ഐസ് ബ്രൈറ്റ് ആൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ എന്താണ്? തിളങ്ങുന്നുണ്ട് അല്ലേ. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. അപ്പോൾ അനു ടീച്ചറുടെ ആ ഒരു പാട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത്. എന്താണ് ആ പാട്ട്? The best of friends worth more than gold, give all the love a heart can hold. അതായത് the best of friends worth more than gold എന്ന് പറഞ്ഞാൽ സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് നല്ല സുഹൃത്തുക്കൾ അല്ലേ. give all the love a heart can hold. അവരെന്താണ്? അവരുടെ ഹൃദയത്തിൽ നിന്നും കൊടുക്കാൻ പറ്റുന്ന എല്ലാ സ്നേഹവും നൽകൂലേ. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അങ്ങനെ അനുപമ ടീച്ചർ മുന്നോട്ട് വന്ന് കവിതേനെ ഹഗ് ചെയ്യാണ്. ദ ഗേൾ സ്മൈൽഡ്. ആ കുട്ടി ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. ടൈനി പറഞ്ഞാൽ ചെറുത്, ഡ്രോപ്പ് ഓഫ് ടിയർ എന്ന് പറഞ്ഞാൽ കണ്ണുനീർ തുള്ളി, ചെറിയ കണ്ണുനീർ തുള്ളി ഗ്ലിറ്റേർഡ് തിളങ്ങുന്നുണ്ടായിരുന്നു. ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അവളുടെ കണ്ണിൻ്റെ ഒരു മൂലയിൽ, ഒരു സൈഡിൽ നിന്നും ഒരു കണ്ണുനീർ തുള്ളി തിളങ്ങുന്നുണ്ടായിരുന്നു. വൈ ഡിഡ് കവിത സ്മൈൽ. എന്തുകൊണ്ടാണ് കവിത ചിരിച്ചത് അല്ലേ? അനുപമ ടീച്ചർ വന്നിട്ട് ഹഗ് ചെയ്തത് കൊണ്ടാണ് അല്ലേ, സന്തോഷം കൊണ്ടാണ് അല്ലേ. ഈ ഒരു യൂണിറ്റിലുള്ള പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വേർഡ്സ് ഓഫ് വേർഡ്സ്, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജ് നോക്കുക കേട്ടോ. ഈ ചാപ്റ്ററിലുള്ള ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ നോക്കുക മീനിങ്. നമുക്ക് അടുത്തത് എന്താണ്? ഒരു പോയമാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. നമുക്ക് കൂട്ടുകാരാവാം. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ. അതായത് ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, നമുക്ക് കൂട്ടുകാരാകാം. ലെറ്റ്സ് പ്ലേ ടുഗദർ, എന്നിട്ട് ഒപ്പം ഒരുമിച്ച് കളിക്കാം. ഹാവിങ് ഫൺ ഓൾ ടുഗദർ. ഹാവിങ് ഫൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തമാശകളൊക്കെ പറഞ്ഞ് നല്ല അടിച്ച് പൊളിച്ച് കളിക്കാമെന്ന്. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിങ് ഫൺ ഓൾ ടുഗദർ. അത് തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആവാം, നല്ല എല്ലാവരും കൂടെ കളിക്കാം, നല്ല തമാശകളൊക്കെ പറഞ്ഞ് കളിക്കാം എന്നല്ലേ. യു ടേൺ ദെൻ മൈ ടേൺ. ആദ്യം നിൻ്റെ ഊഴാണ്, പിന്നെ എൻ്റെ ഊഴാണ്. ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം, എന്നിട്ട് താങ്ക് യു പറയാം. യുവർ ടേൺ ദെൻ മൈ ടേൺ. പിന്നെ നിൻ്റെ ഊഴമാണ്, പിന്നെ എൻ്റെ ഊഴമാണ്. ഷെയറിങ് ഈസ് കെയറിങ്, ദാറ്റ് ഈസ് വാട്ട് വി ഡു. ഷെയർ ചെയ്യുന്നതിലൂടെ കെയർ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുത്ത് അവരെ നമ്മൾ കെയർ ചെയ്യുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ എന്തൊക്കെ ഗെയിംസാണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നത്? പല കളികൾ കളിക്കാറുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഇനി യൂണിറ്റ് 1 ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ.
അപ്പോൾ ഒരേപോലെയുള്ള റൈമിംഗ് വേർഡ്സ് ഉണ്ടാവുമല്ലോ, അതിന് ഒരേ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഫ്രോൺ എന്നുള്ളതിൻ്റെത് ഏതാണ്? താഴെ ലൈനിൽ നോക്കിക്കേ, ഡൗൺ. അപ്പോൾ ഡൗണിന് ഗ്രീൻ കളർ കൊടുക്കുക. പിന്നെ ഹോൾഡ് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഏതാ അതിന് മാച്ചായിട്ടുള്ളത്? ഗോൾഡ്. അപ്പോൾ അതിന് യെല്ലോ കൊടുക്കുക. പിന്നെ ഹാൻഡ്, താഴെ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ആ രണ്ടിനും ബ്ലൂ കളർ കൊടുക്കുക. സിമ്പിൾ അല്ലേ? മക്കൾക്ക് മനസ്സിലായില്ലേ? ഇനി ആക്ടിവിറ്റി 2 എന്താണ്? കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സസ്. ഒരു ബോക്സിൽ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഈ പോയം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോയം ഒന്ന് ചൊല്ലി നോക്കിയാലോ? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ. എൻ്റെ ഫ്രണ്ട് ഒരു ബട്ടർഫ്ലൈ പോലെയാണെന്ന്. ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡനിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീക്കോക്ക്. എൻ്റെ ഫ്രണ്ട് ഒരു പീക്കോക്ക് പോലെയാണ്. ഡാൻസിങ് ഇൻ ദ വുഡ്സ്. കാട്ടിലൂടെയൊക്കെ ഡാൻസ് ചെയ്ത് നടക്കുന്ന ഒരു പീക്കോക്ക് പോലെയാണ് എന്നല്ലേ. പിന്നെയോ മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ, നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? സ്റ്റാർ കൊടുക്കാം അല്ലേ. സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ താഴെ അതിന് മാച്ചായിട്ടുള്ളത് എന്താണ്? ഷൈനിങ് ഇൻ ദ സ്കൈ. നെക്സ്റ്റ് ലൈനായിട്ട് കൊടുക്കാം. പിന്നെയോ മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ. ഫ്ലവറിന് നമുക്ക് മാച്ചാക്കിയിട്ട് എന്ത് കൊടുക്കാം? ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം? മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട്. അതിന് മാച്ചാക്കിയിട്ട് എന്ത് കൊടുക്കാം? ഫ്ലോട്ടിങ് ഓൺ ദ റിവർ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എന്താണ്? ലെറ്റ്സ് ഡിസ്കസ്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നമ്മുടെ അമ്മമാർ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വീട്ടിൽ കിച്ചണിൽ പണികൾ ചെയ്യും അല്ലേ. വീട്ടിൽ അലക്കും തുടയ്ക്കും, അങ്ങനെ എല്ലാ പണികളും ചെയ്യൂലേ. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? ഫാദർ ആണെങ്കിലോ ഫാദറും അമ്മമാരെ ഹെൽപ്പൊക്കെ ചെയ്യൂലേ. ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? നിങ്ങൾ നിങ്ങളെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹൗ, എങ്ങനെയൊക്കെയാണ്? അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. റൈറ്റ് സാഷാസ് തോട്ട്സ്. സാഷയുടെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ ആ കുട്ടിക്ക് ഉണ്ണിയപ്പം ഓഫർ ചെയ്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. പക്ഷേ ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യാതെ ഓടിക്കളഞ്ഞു അല്ലേ. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിംഗ്? അപ്പോൾ സാഷയുടെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ മക്കൾക്ക് തോന്നുന്നത് കൂട്ടിച്ചേർക്കാട്ടോ. ആക്ടിവിറ്റി 5. സേഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. സേഷ അനു ടീച്ചറോട് കവിതനെ പറ്റിയിട്ട് പറയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ് സാഷയും ടീച്ചറും കൂടെ തമ്മിലുള്ളത്. അപ്പോൾ സാഷ ആദ്യം തന്നെ പറയാണ്, ടീച്ചർ ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുട്ടിയെ കണ്ടു. അപ്പം ടീച്ചർ എന്ത് ചോദിക്കും? കുട്ടിയോ? ഏത് കുട്ടി? അപ്പം എന്താ പറയുന്നത്? എ പുവർ ഗേൾ വാസ് സീൻ സ്കൂൾ ദിസ് മോർണിംഗ് ടു. ഇന്ന് രാവിലെയും കൂടെ ഒരു പാവം കുട്ടിയെ ഞങ്ങൾ സ്കൂളിൽ കണ്ടതാണ് എന്ന് പറയാണ്. അപ്പം മിസ്സ് ചോദിക്കുകയാണ്, ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം? വാട്ട് ഈസ് ഹെർ പ്രോബ്ലം? അപ്പോൾ ശേഷം എന്താണ് പറയുന്നത്? ഷി ഹാസ് ഗുഡ് ഇൻട്രസ്റ്റഡ് ഇൻ കമ്മിങ് സ്കൂൾ ആൻഡ് സ്റ്റഡിയിങ് ബട്ട് ദേ ആർ ഫിനാൻഷ്യലി അണബിൾ ടു ഡു സോ. അവൾക്ക് സ്കൂളിൽ വരാനും പഠിക്കാനും ഒക്കെ നല്ല താല്പര്യമുണ്ട്, പക്ഷേ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്ന്, പൈസയൊന്നും ഇല്ല എന്ന് പറയുകയാണല്ലേ. അപ്പോൾ ടീച്ചർ എന്ത് പറയാണ്? ഡോൺ വെറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ. ഇന്ന് ഹെഡ് മാസ്റ്റർ സ്ഥലത്തില്ല. ലെറ്റ് മീ കോണ്ടാക്ട്, നമുക്ക് കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയാണ്. ഇനി ആക്ടിവിറ്റി 6. മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. അനുപമ മിസ് എന്ത് ചെയ്യാണ്? ഹെഡ് മാസ്റ്ററിന് മെസ്സേജ് ചെയ്യാണ്. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫില്ലപ്പ് ദ ചാറ്റ് ബോക്സ്. അപ്പോൾ അവർ തമ്മിലുള്ള ചാറ്റ് ബോക്സിലത്തെ ഡയലോഗ് ക്രമപ്രകാരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാച്ചാക്കിയിട്ട് എഴുതിയാൽ മതി. ആദ്യം എന്താണ്? ഹലോ സർ. അപ്പോൾ അനുപമ മിസ് ഹലോ സാർ എന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ സാർ എന്താ തിരിച്ച് ചോദിക്കുക? ഹായ് അനുപമ ടീച്ചർ. അപ്പോൾ അത് ഇങ്ങോട്ട് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് എന്താണ്? മിസ് പറയാണ്, ടുഡേ 2 ഓഫ് അവർ സ്റ്റുഡൻസ് കെയിം ടു മീ. ഇന്ന് എൻ്റെ അടുത്ത് എൻ്റെ 2 സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് ഏതാണ്? ടുഡേ 2 ഓഫ് അവർ സ്റ്റുഡൻസ് കെയിം ടു മീ. അപ്പോൾ സാർ എന്താണ് ചോദിക്കുക? ഹു ആർ ദേ? ആരൊക്കെയാണ് എന്നല്ലേ. അപ്പോൾ ഹു ആർ ദേ എന്ന് അവിടെ എഴുതി കൊടുക്കാം. ആരാന്നാണ് പറയുക? സേഷ ആൻഡ് നവീൻ. പിന്നെ എന്ത് ചോദിക്കും? വൈ ഡിഡ് ദേ കം?
അപ്പോൾ എന്തിനാണ് ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ, ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അപ്പോൾ സാറെന്താ പറയുന്നത്, ഓ നോ ഇഷ്യൂസ് വി ഷോൾ ഡു ഇറ്റ്, നമുക്ക് ചെയ്തേക്കാം, ഒരു പ്രശ്നവും എന്ന്. അപ്പോൾ മിസ് എന്ത് പറയും, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ മക്കൾ ഇതുപോലെ പൂരിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആക്ടിവിറ്റി 7 ആണ്. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്റ്റ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് കമൻറ്റ് ഓൺ ദം. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല കാര്യങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണ്, ഒരു മുത്തശ്ശനെ ഒരു കുട്ടി റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് അല്ലേ, അപ്പോൾ അതിന് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നെയോ ഒരു വണ്ടിമേൽ പോകുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് ഹെൽമെറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അതിന് തെറ്റാണ് അല്ലേ. പിന്നെ മൂന്നാമത്തെ പിക്ചറിൽ അടിപിടി കൂടുകയാണ്, അപ്പോൾ അതും തെറ്റാണ്. നാലാമത്തത് എന്താണ്, ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ് അല്ലേ, അപ്പോൾ അതും തെറ്റാണ്. പിന്നെയോ വഴിയരിയിലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരന് ഒരു കുട്ടി വെള്ളം കൊടുക്കുകയാണ്, അപ്പോൾ അത് നല്ല കാര്യമാണ്, അതുകൊണ്ട് ശരിയാണ്. പിന്നെ വഴിയിൽ അപകടം പറ്റിക്കിടന്ന പപ്പിയെ ഒരു ബോയ് നോക്കുകയാണ് അല്ലേ, അപ്പോൾ അതും ടിക്കാണ് കേട്ടോ, ശരിയാണ്. അപ്പോൾ 3 ടിക്ക് മാർക്കാണ് ഉള്ളത്. അടുത്തത് ഏതാണ്, ആക്ടിവിറ്റി 8. സം ഇവൻറ്റ്സ് ഓഫ് സ്റ്റോറി ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. കുറച്ച് സംഭവങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഈ സ്റ്റോറിയിലുള്ളത്, അത് തിരിച്ചു മറിച്ചൊക്കെയാണ് തന്നിട്ടുള്ളത്, കറക്റ്റ് ഓർഡറിലല്ല. അപ്പം നമ്മളോട് ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് എന്തെഴുതാം, നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീന് ജനലക്കരികിൽ ആ കുട്ടിയെ കണ്ടു, നോട്ടീസ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെയോ സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത, അങ്ങനെ കവിതേനെ സാഷയെ നവീനും വിസിറ്റ് ചെയ്തു. കവിത വാസ് ക്രാഡിങ് ഹർ യങ്ങർ ബ്രദർ, കവിത എന്താണ് അവളുടെ അനിയനെ തൊട്ടിലാട്ടാണ്. പിന്നെയോ സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത, കവിതയ്ക്ക് എന്തായി ഒരു സ്റ്റോറി ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേഷൻ സാഷ ആൻഡ് നവീൻ, അങ്ങനെ സാഷയെയും നവീനെയും ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് ചെയ്തു. അടുത്തത് ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അപ്പോൾ ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം എന്തെഴുതാം, ദർ ഈസ് എ സ്മോൾ ടെൻറ്റ് ഇൻ ദ പിക്ചർ. ഇവിടെ ഒരു ചെറിയ ടെൻറ്റ് കാണുന്നുണ്ട് അല്ലേ. മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഇൻ ദ പോട്ട്, മൺകലത്തിൽ മദർ ഫുഡ് ഉണ്ടാക്കുകയാണ്. കവിത സ്റ്റാൻഡിങ് നിയർ ടു ഹെർ മദർ, കവിത എന്ത് ചെയ്യാണ്, അമ്മയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ദർ ഈസ് എ ഡോഗ് നിയർ ടു കവിത, കവിതേൻ്റെ അടുത്ത് ആരാളുള്ളത്, ഒരു ഡോഗ് ഉണ്ട് അല്ലേ. പിന്നെ കവിതാസ് യങ്ങർ ബ്രദർ സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ, യങ്ങർ ബ്രദർ അനിയന് തൊട്ടിലേൽ ഉറങ്ങുകയാണ് അല്ലേ. ദർ ഈസ് 2 ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, 2 കിളികൾ പറക്കുന്നുണ്ട്. പിന്നെയോ ഒരു പൂച്ചയുണ്ട് അല്ലേ അടുത്ത്. ദർ ഈസ് എ കാറ്റ് നിയർ ടു മദർ. അപ്പോൾ മക്കൾ നോക്കി എഴുതുക കേട്ടോ. ഇനി ആക്ടിവിറ്റി 10. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. അപ്പം നമ്മൾ ഓരോ സെൻറ്റൻസ് വായിക്കുക, അതിന് മാച്ചായിട്ടുള്ള ഇമോജി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ABC എന്ന് പറഞ്ഞിട്ട് 3 ഇമോജീസ് തന്നിട്ടുണ്ട്. ഫോണിലൊക്കെ മക്കൾ കണ്ടിട്ടില്ലേ. ഒന്നാമത്തത് കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. ഇപ്പോൾ സാഷയുടെ കയ്യിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് ആ ഒരു സ്റ്റോറി ബുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ സബിതയുടെ ഏത് ഇമോജിയാണ് സബിതയ്ക്ക് ഉണ്ടാവുക, ഒരു ഞെട്ടലൈനില്ലേ, ഒരു അമ്പരപ്പയനില്ലേ. അപ്പോൾ അതിന് നമുക്ക് ഏത് കൊടുക്കാം, C കൊടുക്കാം. പിന്നെയോ സാഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് ദം. അപ്പോൾ ഹെഡ് മാസ്റ്റർ സാഷയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ, അഭിനന്ദിച്ചപ്പോൾ എന്താണ് അവർക്കുണ്ടായത്, സന്തോഷമാണ് അല്ലേ. അപ്പോൾ A കൊടുക്കാം. പിന്നെ സാഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷീ ബിക്കെയിം സാഡ്. അപ്പോൾ സാഷക്ക് ആ കീറിയ ഡ്രസ്സിൽ ആ പെൺകുട്ടിനെ കണ്ടപ്പോൾ വിഷമായില്ലേ. അപ്പോൾ അതിന് ഏത് ഇമോജിയാണ് കൊടുക്കുക, B കൊടുക്കാം. ഇനി അടുത്തത് ഏതാണ്, ആക്ടിവിറ്റി 11. സോൾവ് ദ പസിൽ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ടാവൂലേ. അപ്പം ഡൗൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട്. അപ്പോൾ ഒന്നാമത്തത് ഏതാണ്, വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. അപ്പോൾ 1 താഴോട്ട് ഏതാണ് വരിക, സ്കൂൾ, SCHOOL. പിന്നെ ഏതാണ്, എ ഡ്രസ് ഫോർ ഗേൾസ്, ഗേൾസിൻ്റെ ഒരു ഡ്രസ്സ് ഇതിലുണ്ട് അല്ലേ. ഏതാണ്, സ്കേർട്ട്, SKIRT. നെക്സ്റ്റ് എന്താണ്, എ പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. അപ്പം നമ്മൾ കവിതയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആരാണത്, ഫ്രണ്ട്. അടുത്തത് 5 ആണ് കേട്ടോ, ടച്ച്ഡ് ജെൻലി.
അപ്പോൾ ഏതാ വരിക? പാറ്റഡ് അല്ലേ? അപ്പം നമുക്കത് എഴുതാം. പിന്നെ അക്രോസ് ആണ് നേരെ. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. 4 ആണ്. ഏതെഴുതാം? അത് ഏതെഴുതാം? ക്യൂരിയസ് എഴുതാം. സിയും എസും തന്നിട്ടുണ്ട് അല്ലേ? ഇനി എ സ്വിങ്ങിങ് ബേബി ബെഡ്. ആടുന്ന ഒരു ബേബിയുടെ ബെഡ് ഏതാണ്? ക്രാഡിലാണ് അല്ലേ? നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്രാഡിൽ 6 അക്രോസ് ആയിട്ട് ക്രാഡിൽ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 12 ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. റൈറ്റ് ദം ബിലോ. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റം ടു ദ ലിസ്റ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് കിച്ചണിലത്തെ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ താഴെ എഴുതാനാണ്. പിന്നെ നമ്മുടെ കിച്ചണിൽ പോയി നോക്കിയിട്ട് കൂട്ടിച്ചേർക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. കിച്ചൺ ഓർക്കസ്ട്ര. അപ്പോൾ കുറച്ചിവിടെ എഴുതി കൊടുക്കാം. ഇനി ആക്ടിവിറ്റി 13 ആണ്. എന്താണ്? ക്ലാസിഫൈ ദ ഗിവൺ ടേംസ് ഇൻ ടു കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് ആൻ ആൽബം. അപ്പോൾ അതെന്താ പറഞ്ഞിട്ടുള്ളത്? കിച്ചണിലുള്ള നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതുപോലെ ഫുഡിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അങ്ങനെ 3 വിഭാഗമാക്കിയിട്ട് ഇവിടെ തന്നതിനെ തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കൾ ബാക്കിയുള്ളതും കൂടെ ഓരോന്ന് വായിച്ച് നോക്കിയിട്ട് ഏത് ലിസ്റ്റിലാണ് വരുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 14. അമ്മ, ഷോൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. സാഷ ചോദിച്ചില്ല ഇനി അമ്മ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോട്ടെ എന്ന്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്തൊക്കെ ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇവളെന്താ പറയുന്നത്? ഇവിടെയുള്ള കുട്ടി പറയാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ ടോയ്സ് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ് എന്ന്. അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണ്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഡാഷ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് കൊടുക്കാം. അവിടെ ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഫുഡാണോ ബുക്സ് ആണോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ഒരു കഥയാണ് അല്ലേ? റീഡ് ആൻഡ് റിജോയ്സ്. ദ ബോയ് ആൻഡ് ദ ബേർഡ്. എന്താണ് ഫസ്റ്റ് പിക്ചർ നോക്കാം. ദിസ് ഈസ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. ഇതെന്താണ്? റിങ്കു എന്ന് പറഞ്ഞ കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അവൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും വീട്ടുകാർ വന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവന് അവിടെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് കിയോ ഒരു കരച്ചിൽ കേൾക്കുന്നത്. റിങ്കു ഹിയർഡ് എ സൗണ്ട്. റിങ്കു ഒരു സൗണ്ട് കേൾക്കുകയാണ്. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. അതൊരു ചെറിയൊരു പക്ഷിയുടെ ശബ്ദമാണ് അല്ലേ? ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. അതെവിടുന്നാണ് വരുന്നത്? ഒരു ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ട ഒരു കൂമ്പാരത്തിൽ നിന്നാണല്ലേ ആ സൗണ്ട് വരുന്നത്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. റിങ്കു അവൻ്റെ മുട്ടിൽ കുത്തി നിന്നു. ഹി ഗ്രോപ്പ്ഡ് ത്രൂ ദ ലീവ്സ്. അവന് ഇലകൾക്കിടയിലൂടെ തപ്പി നോക്കി അല്ലേ? ഗ്രോപ്പ്ഡ് എന്ന് പറഞ്ഞാൽ തപ്പി നോക്കി. ഹിസ് ഹാൻഡ്സ് ടംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. പെട്ടെന്ന് അവൻ്റെ കൈകൾ ഇടറിപ്പോയി അല്ലേ? ആ പാവം പക്ഷിയെ കണ്ടപ്പോൾ. അപ്പോഴാണ് ഒരു പൂച്ച വരുന്നത്. മ്യാവ് മ്യാവ്. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ കാറ്റ്. അപ്പം തന്നെ റിങ്കു എന്ത് ചെയ്തു? ഫെൽറ്റ് ഓടിച്ചു അല്ലേ? വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ഹി വറീഡ്. അവന് വിഷമിച്ചു ഈ പക്ഷിയെ ഈ പൂച്ച പിടിക്കുമോന്ന്. എന്നിട്ടോ ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ കാറ്റ്. അവനൊരു കല്ലെടുത്ത് ആ പൂച്ചയെ എറിഞ്ഞു. പിന്നെയോ റിങ്കു ജെൻലി പിക്ക്ഡ് ദ ബേബി ബേർഡ്. റിങ്കു മെല്ലെ സോഫ്റ്റായിട്ട് ആ ചെറിയ കുഞ്ഞ് ബേർഡിനെ എടുത്തു. വേർ ഈസ് ഇറ്റ് നെസ്റ്റ്? ഇവൻ്റെ കൂടെ എവിടെയാണ്? വേർ ഈസ് ദ മദർ ബേർഡ്? ഇവൻ്റെ അമ്മ എവിടെയാണ്? ഹീ ലിസൺ കെയർഫുള്ളി. ഫൈനലി ഹീ ലൊക്കേറ്റഡ് ദ ട്രീ. അവന് അമ്മയുടെ സൗണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു. എന്നിട്ട് ആ സ്ഥലം അവന് മനസ്സിലായി. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. റിങ്കു എന്ത് ചെയ്തു? ആ ബേർഡിനെ പോക്കറ്റിലിട്ടു. ഹീ ക്ലൈംബ്ഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ. അങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറി. ഹീ ഫെൽറ്റ് ദ ബ്രാഞ്ചസ്. അവന് മരച്ചില്ലകളൊക്കെ കിട്ടിയില്ലേ? പിന്നെയോ ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. അങ്ങനെ ഇലകൾക്കിടയിൽ അവന് എന്ത് കണ്ടെത്തി? കൂട് കണ്ടെത്തില്ലേ? അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. എന്നിട്ടോ റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. അങ്ങനെ പോക്കറ്റിൽ നിന്നും റിങ്കു ആ ബേർഡിനെ എടുത്തു. ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്. അങ്ങനെ കൂടിനകത്തേക്ക് വെച്ച് സൂക്ഷിച്ച്. ദ ബേബി ബേർഡ് ചേർപ്പ്ഡ് ഹാപ്പിലി. ആ കുഞ്ഞു ബേർഡ് എന്തായി? സന്തോഷത്തോടെ ചിലച്ചു.
ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. അങ്ങനെ അമ്മക്കിളി എന്ത് പറഞ്ഞു? ആ ബോയിനോട് താങ്ക് യു പറഞ്ഞു. ബട്ട് ഹീ കുഡിൻറ്റ് സീ ദ ബേർഡ്, ഹി വാസ് ബ്ലൈൻഡ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവന് ആ പക്ഷിയെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? അവൻ കണ്ണ് കാണാത്ത കുട്ടിയാണല്ലേ, ബ്ലൈൻഡാണ്. എന്നിട്ടും അവനൊരു പക്ഷിയെ രക്ഷിച്ചു. ആ സൗണ്ട് കേട്ട് ആ ഭാഗത്തേക്ക് കണ്ടുപിടിച്ച് കൊണ്ടുപോയി ആക്കിയില്ലേ. അപ്പോൾ മക്കൾക്ക് കഥ ഇഷ്ടമായോ? ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 15. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ പഠിച്ച ആ സ്റ്റോറി തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചും കൊണ്ട് മക്കൾ ഈ സ്റ്റോറി ഒന്ന് മക്കളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് എന്താണ്? വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? സാഷയുടെ മദർ എന്താണ് ചെയ്യുന്നത്? വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? സാഷയുടെ ഫാദർ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡിഡ് സാഷ ഡു? സ്കൂളിൽ ക്ലാസ്സിൽ സാഷ എന്താണ് ചെയ്യുന്നത്? ഹൂ ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? ഡോറിൻ്റെ അടുത്ത് സാഷ ആരെയാണ് കണ്ടത്? വാട്ട് ഡിഡ് സാഷ ആൻഡ് നവീൻ ഹിയർ? നവീനും സാഷയും പോകുമ്പോൾ എന്താണ് കേട്ടത്? ആ ക്രാഡിലല്ലേ, തൊട്ടിലാട്ടുമ്പോഴ ആ സോങ് ആണല്ലേ കേട്ടത്. വാട്ട് ഡിഡ് സാഷ ഗിവ് കവിത? കവിതക്ക് എന്താണ് സാഷ കൊടുത്തത്? വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ എന്താണ് സംഭവിച്ചത്? എവരിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായത്? അതൊക്കെ ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടേതായ ഭാഷയിൽ ചുരുക്കി കഥ എഴുതുക കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 16. ഒബ്സർവ് ദ പിക്ചർ, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. നമ്മുടെ ചിന്തയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പിക്ചർ നോക്കിയിട്ട് എന്താണ്? ഒരു പാവപ്പെട്ട പെൺകുട്ടി കുറച്ച് ഫ്രൂട്ട്സൊക്കെ ശേഖരിച്ച് വീട്ടിലേക്ക് പോവുകയാണല്ലേ. വീട്ടിലെത്തിയാലേ എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. പക്ഷേ വഴിയരികിൽ നിന്ന് ആദ്യം അതിലൊരു എലിഫൻ്റ് ആപ്പിൾ എടുക്കും, മങ്കി പഴം എടുക്കും, ജിറാഫ് പൈനാപ്പിൾ എടുക്കും, ബാക്കിയുള്ളത് പാരറ്റ് എടുക്കും. അങ്ങനെ വീട്ടിലെത്താനാവുമ്പോഴേക്കും എല്ലാം കഴിയും. പെട്ടെന്നാണ് ഒരാട് ഓടി വന്ന് ഒരു മാവിനിടിക്കുകയും മാവിൽ നിന്ന് ഒരുപാട് മാമ്പഴം കൊട്ട നിറയായി വീട്ടിലെത്തുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യുന്നുള്ളതാണ് ഒരു ചെറിയ കഥ. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് എഴുതാട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ചെറുതാക്കിയിട്ട് ഇവിടെ ഒന്ന് എഴുതി വിടാം, നിങ്ങൾക്ക് നോക്കിയിട്ട് എഴുതിയെടുക്കുക. നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 17. ഡിജിറ്റാസ്ക് വീഡിയോ ക്ലിപ്പ്. സാഷാസ് ഫാദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം. സാഷയുടെ അച്ഛൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഹാവ് യു വാച്ച്ഡ് യുവർ ഫാദർ ഓർ മദർ കുക്കിംഗ്? നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ അച്ഛനോ അമ്മയോ ഒക്കെ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ കുക്ക്ഡ് സംതിങ്? നിങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടോ? പ്രിപ്പയർ എ കുക്കറി വീഡിയോ വിത്ത് യുവർ ഓഡിയോ കമൻട്രി, സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുന്നത് വീഡിയോയോ ഓഡിയോ സഹിതം നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. പിന്നെയോ ഓഡിയോ ഡയറി. Record an audio clip narrating an interesting event such as പ്രവേശനോത്സവം, observing special days like World Environmental Day, English Assembly, etc. Held in your teacher. You may also create an audio clip about the books you have read in connection with Reading Day celebration. നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ റീഡിംഗ് ഡേ അല്ലേ, വായനാ ദിനത്തിൽ വായിച്ച ഏതെങ്കിലും ബുക്കായാലും ഏതെങ്കിലും ഒരു ബുക്കിനെ പറ്റിയിട്ട് നിങ്ങൾ വായിച്ചൊരു ബുക്കിനെ പറ്റിയിട്ടൊരു ഓഡിയോ ഡയറി, ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. ഇതുവരെ എടുത്തതൊക്കെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.